ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യം ബിസിനസ് ചാനലായി സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. രാവിലെ നെഗറ്റീവിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും പിന്നെ സ്ലോലി ക്ലോസിംഗ് വന്നപ്പോൾ 0.23% ഗെയിനാണ് നിഫ്റ്റിയിലുണ്ടായത്. നിഫ്റ്റി മെറ്റൽ ഇന്ന് 1.82% റാലി നടത്തി നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്തു. ഇന്ന് നിഫ്റ്റി 24,894 ക്ലോസ് ചെയ്തപ്പോൾ 57 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് 55,589 ക്ലോസ് ചെയ്തപ്പോൾ 241 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 473 പോയിൻറ്റ്സ് ഉയർന്ന് 57,503 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 17,878 ക്ലോസ് ചെയ്തപ്പോൾ 122 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വെക്സ് 10.06 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 223 പോയിൻറ്റ്സ് ഉയർന്ന് 81,207 ക്ലോസ് ചെയ്തിരിക്കുന്നത്. DIA-FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIA 489 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII പതുപോലെ സെല്ലിങ്ങിലാണ്. 1,583 കോടി രൂപ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു എന്ന് FII. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,634 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,611 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 24,836 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ ഹോളിഡേ ആയിരുന്നു. ഇന്ന് ഫ്രൈഡേ 24,894 ക്ലോസ് ചെയ്തത്. ഈ ആഴ്ച ആകെ 239 പോയിന്റ്സ് ഉയർച്ചയാണ് നിഫ്റ്റിയിൽ നിന്നുണ്ടായത്. 0.97% റാലി നിഫ്റ്റി നടത്തി. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,894 നിൽക്കുമ്പോൾ 5.28% പ്രോഫിറ്റാണ് നിഫ്റ്റിയിൽ ഈ വർഷം കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 2024 ഒക്ടോബർ എൻഡിൽ 24,205 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,894 നിൽക്കുമ്പോൾ 4.65% ലോസ് ആണ് കഴിഞ്ഞ 12 മാസമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ആഴ്ചത്തുള്ള മറ്റുള്ള ഇൻഡസ്ട്രീസിൻ്റെ സമ്മർദ്ദം നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് 2.21% റാലിയാണ് ഈ ആഴ്ച നടത്തിയത്. 1,199 പോയിന്റിൻ്റെ റാലി നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ് 2% റാലി നടത്തി 1,124 പോയിന്റ്സ് ഉയർന്നു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 1.81% റാലി നടത്തി 317 പോയിന്റ്സ് ഉയർന്നു. സെൻസെക്സ് 780 പോയിന്റ്സ് ആണ് ഉയർന്നത്. 0.97% റാലിയാണ് ഈ ആഴ്ച ആകെ കാണാൻ സാധിച്ചത്. DIA-FI ഈ ആഴ്ചത്തെ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച DIA 13,013 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII 8,347 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഈ ആഴ്ച എല്ലാ ദിവസവും DIA ബൈയിലായപ്പോൾ എല്ലാ ദിവസവും FII സെല്ലിലായിരുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കിയുള്ള എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. ഇതിൽ നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് എബോവ് 1% റാലി നടത്തി. നിഫ്റ്റി മെറ്റൽ ഇന്ന് 1.82% റാലി നടത്തി നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്തു. നിഫ്റ്റി ഓട്ടോ 26,753 ക്ലോസ് ചെയ്തപ്പോൾ 15 പോയിന്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത്. നിഫ്റ്റി എനർജി 35,375 ക്ലോസ് ചെയ്തപ്പോൾ 195 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 44 പോയിന്റ്സ് ഉയർന്ന് 26,426 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 55,170 ക്ലോസ് ചെയ്തപ്പോൾ 65 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,287 ക്ലോസ് ചെയ്തപ്പോൾ 31 പോയിന്റ്സിൻ്റെ കുറവാണ് കണ്ടത്. നിഫ്റ്റി ഇൻഫ്ര 49 പോയിന്റ്സ് ഉയർന്ന് 9072 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 33,949 ക്ലോസ് ചെയ്തപ്പോൾ 44 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ ഓൾമോസ്റ്റ് ഫ്ലാറ്റിലാണ് ക്ലോസ് ചെയ്തത്. 1604 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 10,277 ക്ലോസ് ചെയ്തപ്പോൾ 184 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 69 പോയിന്റ്സ് ഉയർന്ന് 11,374 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 21,756 ക്ലോസ് ചെയ്തപ്പോൾ 22 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 84 പോയിന്റ്സിൻ്റെ ഉയർച്ചയാണ് കണ്ടത്. 7583 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി എന്ന 1 പോയിന്റിൻ്റെ കുറവാണ് ഉണ്ടായത്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. 876 ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് ഇൻഡെക്സ് ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ മേജറായിട്ട് നിഫ്റ്റി PSU ബാങ്ക് മാത്രം 4% എബോവ് റാലി നടത്തി. നിഫ്റ്റി മെറ്റൽ എന്ന് ഈ ആഴ്ച എബോവ് 3% റാലി നടത്തി. പൊതുവെ സെക്ടേഴ്സ് എല്ലാം ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഈ ആഴ്ച 1.01% റാലി നടത്തി. നിഫ്റ്റി എനർജി 1.57% റാലി നടത്തി.
Nifty Financial Services 1.70%, Nifty FMCG 0.59%, Nifty Healthcare 0.93%, Nifty Infra 0.36%, Nifty IT 0.74%, Nifty Media 1.87%, Nifty Metal 3.93%, Nifty Oil and Gas 2.17%, Nifty Pharma 1.16%, Nifty PSU Bank 4.43%, and Nifty Realty 1.03% റാലിയാണ് സെക്ടർ വൈസ് ഈ ആഴ്ചത്തെ സമ്മറിയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1888 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 924 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ സ്റ്റീൽ 3.40% റാലി നടത്തി, പവർ ഗ്രിഡ് 3.22%, ഹിൻഡാൽകോ 1.88% റാലി നടത്തി, ആക്സിസ് ബാങ്ക് 1.85% റാലി നടത്തി, കൊട്ടക് മഹീന്ദ്ര 1.80%, L&T 1.71%, ഭാരതി എയർടെൽ 1.56%, ഭാരത് ഇലക്ട്രിക്കൽ 1.51%, JSW Steel 1.36% ആൻഡ് ടൈറ്റൻ 1.32% റാലിയാണ് നടത്തിയത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മാക്സ് ഹെൽത്ത് കെയറിന് 3.95% ഫോളോ നടത്തി, കോൾ ഇന്ത്യ 1.33% ഫോളോ നടത്തി, ഏഷ്യ മോട്ടോഴ്സ് 1.15%, ടെക് മഹീന്ദ്ര 1.09%, മാരുതി സുസുക്കി 1%, SBI ലൈഫ് 0.89%, അൾട്രാസ് ടെക് സിമന്റ് 0.73%, ടാറ്റ കൺസ്യൂമർ 0.64%, HDFC ലൈഫ് 0.63% ആൻഡ് ICICI ബാങ്ക് 0.50% ഫോളാണ് കണ്ടത്. ഇതൊരു ബയേഴ്സ് അല്ല റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പേഴ്സണൽ സ്റ്റഡി പർപ്പസിന് വേണ്ടി ഞാൻ ഡേറ്റ എല്ലാ ദിവസവും സമ്മറൈസ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഞാൻ ഒരു സമ്മറി പോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിച്ച് ആണ് ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ട് അറിയിക്കുക, എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിലും കമൻസ് രേഖപ്പെടുത്തുക, പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ചാനലിൽ നിന്ന് ഒരു തരത്തിലുള്ള ബയോ സെല്ലോ റെക്കമെൻഡേഷൻ കൊടുക്കുന്നതല്ല. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി മൺഡേ കാണാം. താങ്ക് യു. ബൈ ഓൾ.